സംസ്ഥാനത്ത് വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയൊരുക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ കെഎസ്ആർടിസി നീക്കം തുടങ്ങിയതോടെ വെട്ടിലായി സ്വകാര്യ ബസ് ഉടമകൾ. കേരളത്തിലെ സ്ത്രീകൾ ബസ്സിൽ കയറാതിരുന്നാൽ സ്വകാര്യ ബസ് വ്യവസായം തകരുമെന്നാണ് ആശങ്ക. കേരളത്തിലെ കെഎസ്ആർടിസി ബസ്സുകളിൽ ഏർപ്പെടുത്തിയ ജെൻഡർ ടിക്കറ്റിംഗ് എന്ന പുതിയ പരിഷ്കാരം സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇതുവരെ കെഎസ്ആർടിസി ടിക്കറ്റുകളിൽ യാത്രക്കാരുടെ ലിംഗഭേദം പ്രത്യേകമായി രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ഓരോ ബസ്സിലും എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളും യാത്ര ചെയ്യുന്നു എന്നതിന്റെ കൃത്യമായ കണക്ക് അധികൃതർക്ക് ലഭ്യമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് കെഎസ്ആർടിസി സൗജന്യ യാത്ര. തിരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം നടത്തിയ സാഹചര്യത്തിൽ ഈ വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായാണ് പുതിയ ടിക്കറ്റിംഗ് പരിഷ്കാരമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയാവുമെന്ന ആശങ്കയിലാണ് ബസ് ഉടമകൾ. കേരളത്തിലെ ഏതാണ്ട് 12,000-ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കെഎസ്ആർടിസി ബസ്സുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണിത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ ബസ്സുകളിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ അത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കാൻ കാരണമായേക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് ഈ പദ്ധതി ഗുണകരമാണെങ്കിലും കേരളത്തിലെ കരുത്തുറ്റ സ്വകാര്യ ബസ് മേഖലയെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന വാഗ്ദാനം സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗം തകർത്തു കളയുന്നതിനുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. സംസ്ഥാനത്ത് പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ഇന്ന് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നവരാണ്. യഥാർത്ഥ യാത്രക്കാർ ഇന്ന് സ്വകാര്യ ബസ്സുകളിലും കെഎസ്ആർടിസി ബസ്സുകളിലും സ്ത്രീകളാണ്. ഇതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കെഎസ്ആർടിസി പറയുന്ന കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 30 ലക്ഷത്തോളം യാത്രക്കാരിൽ 19 ലക്ഷവും സ്ത്രീ യാത്രക്കാരാണെന്ന് കെഎസ്ആർടിസി കണക്ക്. ഞങ്ങളും അതുമായി കണക്ക് ഏതാണ്ട് നോക്കുമ്പോൾ ഞങ്ങൾ 60-65 ലക്ഷം യാത്രക്കാർ കയറുന്നതിൽ 40 ലക്ഷത്തിലധികം ഞങ്ങളുടെ ബസ്സുകളിലും സ്ത്രീ യാത്രക്കാരാണ്. അപ്പോൾ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ കെഎസ്ആർടിസിയുടെ നഷ്ടം നികത്താൻ ഇപ്പോൾ തന്നെ 100-150 കോടി രൂപ മാസം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോകണു എന്നതിൽ കവിഞ്ഞ് വലിയ ലാഭകരമായി സർവീസ് നടത്തുന്നവരെന്നല്ല സ്വകാര്യ ബസ്സുകൾ. കെഎസ്ആർടിസിയുടെ നഷ്ടം നികത്താൻ സംസ്ഥാന സർക്കാർ പണം വാരിക്കോരി കൊടുക്കുമ്പോൾ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന 60% വരുന്ന യാത്രക്കാരായിട്ടുള്ള സ്ത്രീകളും കൂടി ഇനി സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കാനുള്ള നടപടികളുമായിട്ട് വന്നാൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത്. സ്വകാര്യ ബസ്സുകളിൽ സ്ത്രീകൾ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ സ്വകാര്യ ബസ്സുകൾക്ക് ഓടാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഞങ്ങൾ ഒരു സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മുൻകൂറായിട്ട് നികുതി അടയ്ക്കുന്നതും ഒരു ദിവസം ഏതാണ്ട് 2,000-3,000 ഇടയ്ക്ക് രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൃത്യമായിട്ട് മുൻകൂറായി അടയ്ക്കുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വരുമാനത്തിലും അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലിനും ബാധിക്കുന്ന വലിയൊരു പ്രത്യാഘാതം ഈ വാഹനങ്ങൾ ഈ പൊതുഗതാഗത രംഗത്തെ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം അനുവദിച്ചാൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഈ പൊതുഗതാഗത രംഗം തകർത്ത് കളയാൻ മാത്രമേ ഈ തീരുമാനം കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. ഈ സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നൽകുന്ന വാഗ്ദാനങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളെ നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. സ്വകാര്യ ബസ്സുകൾ കൂടി ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ പ്ലാൻ തയ്യാറാക്കിയില്ലെങ്കിൽ കേരളത്തിലെ നിലവിലുള്ള മികച്ച ഗതാഗത സംവിധാനം താറുമാറായേക്കാമെന്ന മുന്നറിയിപ്പും ബസ് ഉടമകൾ നൽകുന്നു. UTV ന്യൂസ്, പാലക്കാട്.